ഒരു സ്ഥലത്ത് വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. എവിടെ പോയാലും എന്ത് കാര്യം ചെയ്താലും പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഒരു യാത്ര പോകുന്ന സമയത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ, വരാമാകുന്ന ആപത്തുകളെയും അനർത്ഥങ്ങളെയും എല്ലാം മാറ്റി തരണേ, എന്റെ മുന്നമേ ദൂതന്മാര് കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹം ആ യാത്ര തിരിച്ചു. താൻ പോകുന്ന റോഡിൽ ഒരു ടണലിന്റെ അടുത്തെത്തുന്നതിന് ഇച്ചിരി മുൻപായിട്ട് തന്റെ വണ്ടിക്ക് കുറുകെ ഒരു തള്ളമാനും കുഞ്ഞുമാനും കൂടെ വന്ന് മുൻപോട്ട് വിടാതെ അതിന് മുൻപിലേക്ക് കയറിയിരുന്നു. ഇദ്ദേഹത്തിന് അത്ഭുതമായി പോയി. ഹോൺ അടിക്കുമ്പോഴൊക്കെ ക്രോസ് ചെയ്യുന്ന വിചാരിച്ച് ഹോണൊക്കെ അടിച്ചു, എന്നിട്ട് അത് ക്രോസ് ചെയ്യുന്നില്ല. എന്താ ഇത് നിൽക്കുന്നത്, ഇതിനെ ഓടിച്ചു വിടാമെന്ന് വിചാരിച്ച് അതിന്റെ അടുത്ത് ചെന്നപ്പോഴേ അദ്ദേഹം കാണുന്ന കാഴ്ച, മലകളൊക്കെ തുരന്നിട്ടാണ് തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നത്. തുരങ്കം അദ്ദേഹത്തിന്റെ മുൻപിൽ ഇടിഞ്ഞ് അവിടേക്ക് വീണു. ഇതെന്തുവാ സംഭവിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പക്ഷെ അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. ആ ഒരു മിനിറ്റ് അദ്ദേഹം ഐകിയില്ലാരെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽപ്പെട്ട അദ്ദേഹം മരണപ്പെട്ടാൻ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത സാഹചര്യങ്ങൾ ഒരുക്കി നമ്മളെ ചില ഇടങ്ങളിൽ നിന്ന് ദൈവം മാറ്റുന്നുണ്ടെങ്കിൽ നമ്മളോടുള്ള ദൈവത്തിന്റെ കരുതലാണ്. ചില സ്ഥലങ്ങൾ നമ്മൾ എത്തിപ്പെടാത്തത്, ചില സ്ഥലങ്ങൾ നമ്മൾ താമസിക്കുന്നത്, ചില നമ്മുടെ ജീവിതത്തിൽ വൈകുന്നത്, ചില നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച സമയത്ത് നടക്കാത്തത്, അതും ദൈവത്തിന്റെ കരുതൽ. അബ്രഹാമേ, നിന്റെ വിശ്വാസം വെളിപ്പെടണമെങ്കിൽ കാത്തിരിക്കണം. ഹല്ലേലൂയ. നീ വിശ്വാസികളുടെ പിതാവെന്ന് നിനക്ക് പേര് വരണമെങ്കിൽ കുറച്ചു കാലം കാത്തിരിക്കണം. എന്നാൽ കാത്തിരിപ്പിന്റെ അവസാനം പരാജയമല്ല, കാത്തിരിപ്പിന്റെ അവസാനം നിരാശയല്ല, കാത്തിരിപ്പിന്റെ അവസാനം വിജയമാണ്, കാത്തിരിപ്പിന്റെ അവസാനം അത്ഭുതമാണ്. എന്റെ ജീവിതത്തിൽ ചിലത് ഡിലേ ആകുന്നുണ്ടെങ്കിൽ എന്റെ പ്ലാനിനേക്കാൾ വലിയൊരു പ്ലാൻ എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം സ്വർഗത്തിൽ എനിക്കുണ്ട്. ശ്രേഷ്ഠമായ പദ്ധതികളെ എനിക്ക് വേണ്ടി ഒരുക്കുന്ന നല്ലവരപ്പൻ. ഹല്ലേലൂയ.